എല്ലാവർക്കും നമസ്കാരം. നെക്സ ടൈൽസിന്റെ രണ്ടാമത്തെ ഷോറൂം ഈ വരുന്ന ഫെബ്രുവരി 17 ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് മുനാവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ആഘോഷവേളയിൽ ഞാനും ജോയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഉണ്ടാവുക. മാത്രമല്ല നിങ്ങളെയൊക്കെ കാത്ത് ഒരുപാട് സമ്മാനങ്ങൾ ഇരിപ്പുണ്ട്. നമുക്കിതൊക്കെ അടിപൊളിയാക്കാം. അപ്പോൾ നെക്സ ടൈൽസ് നിലമ്പൂർ റോഡ് വണ്ടൂര്. എടവണ്ണ മമ്പാട് ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഷട്ടർ ഉയർത്തിയത് കുതിരപ്പുഴയെ ആശ്രയിച്ച് കൃഷിയിറക്കുന്ന കർഷകർക്ക് തിരിച്ചടിയായി. കനത്ത ചൂടിൽ കാർഷിക വിളകൾ ഉണങ്ങുന്നതോടൊപ്പം കിണറുകളിൽ വെള്ളം താഴുന്നതടക്കം ആശങ്ക സൃഷ്ടിക്കുകയാണ്. ചാലിയാർ പുഴയ്ക്ക് കുറുകെയുള്ള ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഷട്ടറുകൾ പൊക്കിയതോടെ ജലം വ്യാപകമായി താഴേക്ക് ഒഴുകി പോകുന്നതാണ് കുതിരപ്പുഴയിൽ ജലവിധാനം വ്യാപകമായി താഴാൻ കാരണം. തൃക്കേക്കുത്ത്, വള്ളിക്കെട്ട്, കുളക്കണ്ടം ഭാഗങ്ങളിലെ 400ഓളം കർഷകരാണ് ഇതോടെ ആശങ്കയിൽ കഴിയുന്നത്. ഷട്ടർ ഉയർത്തിയതിന്റെ ഫലമായി കുതിരപ്പുഴയിൽ ജലവിധാനം അപകടകരമായ അവസ്ഥയിലേക്ക് താഴുന്നതോടെ വാഴ, തെങ്ങ്, കമുക് കൃഷികൾ കരിഞ്ഞ് ഉണങ്ങുകയാണെന്ന് കർഷകർ പറയുന്നു. കഴിഞ്ഞ 5 വർഷത്തോളമായി ഇവിടെ യാതൊരു വെള്ളത്തിന് ക്ഷാമവും ഉണ്ടായിട്ടില്ല. ഇതുവരെ നല്ല ഓടായിക്കലെ ബ്രിഡ്ജിൻ്റെ ഇതിൽ കൊണ്ട് നല്ല വെള്ളം എല്ലാവർക്കും കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതുവരെയും കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഒരു 3 ദിവസമായിട്ട് വെള്ളം തീരെ അവർ തുറന്നു വിട്ടിരിക്കുകയാണ്. അതിനുള്ള പരിഹാര നടപടികളും അതൊക്കെ ചെയ്യേണ്ടത് നിർബന്ധമാണ്. അല്ലെങ്കിൽ ഇവിടെ കടന്ന കർഷകരാകെ ബുദ്ധിമുട്ട് വന്നു. വെള്ളത്തിൻ്റെ ലഭ്യത ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഈ ചാക്കിട്ട് ഇവിടെ വെള്ളം ഉള്ളത് തടഞ്ഞു നിർത്തിയിരിക്കുക. ചെറിയ ഊറ്ററവ് മാത്രം പുറകോട്ട് പോകുന്നു. ഇതിൻ്റെ ആശ്രയിച്ചാണ് ഈ വീടുകളിൽ ഇവിടെ ഉള്ള കിണറുകളും എല്ലാം നിൽക്കുന്നത്. ഈ വെള്ളം ഇവിടെ തുറന്നു കഴിഞ്ഞാൽ കിണറ്റുകളിലൊന്നും വെള്ളം കിട്ടുകയില്ല. അതുകൊണ്ട് നിങ്ങൾ അതിനുള്ള പരിഹാരം എത്രയും പെട്ടെന്ന് കണ്ടില്ലെങ്കിൽ ഞങ്ങളിതിന് നടപടിയുമായിട്ട് ഞങ്ങൾ കൃഷിക്കാർ ഒന്നിച്ച് ഞങ്ങൾ വേണ്ടപ്പെട്ടവരെ കാണാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ ഇത് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങൾക്കിവിടെ ഈ ഓടായിക്കൽ റെഗുലേറ്റർ ബ്രിഡ്ജ് 4.7% പൊട്ടിയ ഞങ്ങൾക്ക് ഒരു മീറ്റർ 7% 4.7 മീറ്റർ പൊക്കിയാൽ ഞങ്ങൾക്ക് ഒരു കാലത്തും വെള്ളം പറ്റത്തില്ല. ഇതിപ്പോൾ ജനുവരി ഫെബ്രുവരി മാസമായിട്ടേ ഉള്ളൂ. ഇപ്പം തന്നെ ഞങ്ങൾക്ക് ഇവിടെ വരൾച്ചയുടെ ആ തോത് കൂടിക്കൊണ്ടിരിക്കുക. ഇനി 3 മാസം കൊണ്ട് ഞങ്ങളുടെ എല്ലാ സാധനങ്ങളും നശിച്ചു പോകും. ഞങ്ങൾ ഈ അധികൃതർ ഇത് കണ്ണു തുറന്ന് ഇതിനൊരു പരിഹാരം കാണിക്കാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പദ്ധതിയുടെ ചുമതലയുള്ള എയെ കണ്ട് കൃഷിയെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അനുകൂല നിലപാട് ഉണ്ടായിട്ടില്ല. കൃഷി ഓഫീസർക്ക് പരാതി നൽകിയപ്പോൾ സർക്കാർ വരൾച്ച മേഖലയായി പ്രഖ്യാപിച്ച ശേഷം നോക്കാമെന്ന നിഷേധ നിലപാടാണ് സ്വീകരിച്ചതെന്നും പരാതിയുണ്ട്. ന്യൂസ് ബ്യൂറോ, എടവണ്ണ. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds. Most trusted gold. PAK Gold and Diamonds. ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ. റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ, വണ്ടൂർ, വാണിയമ്പലം.